എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നഗുലൻസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൻ കൊണ്ടുള്ള ഒരു ബിരിയാണിയാണ്. അറേബ്യൻ മട്ടൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിവിടെ ഒരു പാത്രത്തിൽ 8 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ പാത്രത്തിൽ 8 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ നുള്ളു കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇതാണ് അറേബ്യൻ റൈസിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ഇല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് കുറച്ചുകൂടി കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഉപ്പുരസം ഒന്ന് മുന്തി നിൽക്കണം. ഇതിലേക്ക് 4 ഗ്ലാസ് ജീരകശാല അരി, കൈമ അരി നല്ലപോലെ ഒന്ന് കഴുകി ഊറ്റി വെച്ചതാണ്. ഇത് ഞാൻ കുതിർത്തതല്ല, കഴുകി നേരെ വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മട്ടൻ കഷ്ണങ്ങൾ എടുത്തൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഇത് നല്ലപോലെ കഴുകിയെടുത്ത് വെള്ളം വാരാൻ വേണ്ടി വെച്ച മട്ടനാണ്. വെള്ളം നല്ലപോലെ തോർന്നതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ മാരിനേറ്റ് ചെയ്യാം. ഒന്ന് മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് വേണമെങ്കിൽ വെച്ചേക്കാവുന്നതാണ്. ഇനി അങ്ങനെ തന്നെ എടുത്ത് വറുത്താലും കുഴപ്പമൊന്നുമില്ല. മട്ടൻ കഷ്ണങ്ങൾ ഇതിലേറെ വലുതാക്കി എടുക്കാവുന്നതുമാണ്. ഇത് കുറച്ച് മീഡിയം കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിച്ചിരിക്കുന്നത്. കഷ്ണങ്ങൾ എല്ലില്ലാതെയോ എല്ലോട് കൂടിയോ ഒക്കെ എടുക്കാവുന്നതാണ്. ഇതേ സമയം അരി ഒന്ന് തിളച്ച് ഉപ്പ് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അരി വേവുന്ന സമയം കൊണ്ട് ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. ഇതാ നല്ലപോലെ അരി വെന്ത് വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഈ അരി വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. ഞാൻ തിളച്ച വെള്ളത്തിലേക്കാണ് അരി ഇട്ട് കൊടുത്തത്. വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി സമയം പിടിക്കും. ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ചോറ് വാങ്ങി വെച്ചതിന് ശേഷം മട്ടൻ അടുപ്പത്തേക്ക് വെച്ച് വേവിച്ചെടുക്കാം. തിരിച്ചും മറിച്ചോട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ വേണ്ട. അതേസമയം വേറൊരു പാനിൽ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. പക്ഷേ അറേബ്യൻ റൈസിൻ്റെ രുചി എന്ന് പറയുന്നത് വെണ്ണ കൂടി ചേർന്നുള്ളതാണ്. അപ്പോൾ വെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാം. കുറച്ച് വെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും അങ്ങനെയും വേണമെങ്കിലും ആവാം. ഇനി ഈ വെണ്ണ ചൂടായാൽ ഇതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 സവാള വലുതാണ്. ഇതിൽ 800 ഗ്രാം അരി, 1 കിലോ മട്ടനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 3-4 സവാള എടുക്കാവുന്നതാണ്. കുറച്ചുകൂടി മസാല വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ 2.5 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് ഈ ഉള്ളിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം മട്ടനിലും ഉപ്പുണ്ട്, ചോറിലും ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വേണം ഉള്ളിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മളുടെ മട്ടൻ കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് വേവായോ നോക്കാം. ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നല്ലപോലെ ഇളം തീയിലിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. നല്ലപോലെ ക്രിസ്പി ആവണ്ട. നല്ല വേവുള്ള മട്ടനാണെങ്കിൽ കുക്കറിലൊന്ന് ആവി കയറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ സവോള നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ക്യാമറയിൽ കാണുന്നതിനേക്കാളും അധികം ഇതൊരു ഇളം ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 10-20 ചെറിയ വെളുത്തുള്ളി അല്ലി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി വഴന്ന് പച്ചമണം മാറുന്ന സമയത്ത് 1.5 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 സ്പൂൺ നിറയെ സിനമൺ പൗഡർ അല്ലെങ്കിൽ പട്ടയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴലരുത്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വഴറ്റിയാലും മതിയാകും. ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാൻ വെക്കുക. ഇനി ഈ സവോളയും 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കാം. ഇനി നല്ലപോലെ ഈ മട്ടൻ ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മട്ടനിൽ പിടിക്കാനായിട്ട് ഇളം തീയിലിട്ട് വെക്കുക. മസാലയൊക്കെ പിടിച്ചതിന് ശേഷം മട്ടൻ മാറ്റി വെക്കാം. ഇനി നമ്മളുടെ ചോറ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ പാത്രത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മിക്സ് ചെയ്യാം. ഒന്ന് ഉലർത്തി കൊടുക്കണം. നമ്മളൊരു പാത്രം എടുത്ത് അതുപോലെ ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് ഉലർത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്കാണ് നമ്മൾ മട്ടൻ വേവിച്ചത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബദാം കഷ്ണങ്ങളാക്കിയത്, കിസ്മിസ്, ഇത് നെയ്യിലൊന്നും വറക്കണ്ട, വെറുതെ ഇട്ടാൽ മതിയാകും. കുറച്ച് മല്ലിയില കൂടി ഇട്ട് ഒന്നുകൂടി ഇളക്കി വെക്കുക.
ഇനി അടുപ്പത്ത് ഒരു പഴയ പാൻ എടുത്തു വെച്ച് നല്ലപോലെ ഒന്ന് ചൂടാക്കി അതിന്റെ മുകളിലോട്ട് ഈ പാത്രം എടുത്തു വെക്കണം. ചോറിന് മീതെ കുറച്ച് സിനമൺ പൗഡർ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. മണം കുറവാണ് തോന്നുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേണ്ട. ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് നെയ്യോ വെണ്ണയോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ കുറച്ച് നെയ്യാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അടച്ചു വയ്ക്കുക. നല്ലപോലെ ഒന്ന് ആവി വന്നതിന് ശേഷം തുറക്കാം. മീഡിയം ഫ്ലെയിമിലാണ് തീ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള അറേബ്യൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൽ നല്ലപോലെ മസാല വേണമെന്നുണ്ടെങ്കിൽ സവോള കുറച്ച് കൂട്ടിയിടാവുന്നതാണ്. ഞാനിവിടെ 2.5 സവോള എടുത്തിട്ടുള്ളൂ. 4 വരെ ആകാം. ഇതിലേക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് സാലഡാണ്. ഇതിലേക്ക് തൈര്, ഉപ്പ്, കുറച്ച് മല്ലിയില, ഇഞ്ചി, പ്ലമ്മിൻ്റെ കഷ്ണങ്ങൾ, ബെറീസ്, കുറച്ച് സവോള കൊത്തിയരിഞ്ഞത്, അത് അധികം വേണ്ട. ഇങ്ങനെ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫ്രൂട്ട്സും, കുറച്ച് ഓറഞ്ചും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇതുപോലെ ഒന്ന് ഈ കൺസിസ്റ്റൻസിയിൽ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. പിന്നെ ഈന്തപ്പഴ ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി തന്നെയാണ്. അറേബ്യൻ ഫ്ലേവറാണ് ഇതിന്. നമ്മുടെ സാധാരണ ബിരിയാണി പോലെയുള്ള മണമൊന്നും ഇതിനുണ്ടാവില്ല. ഇതിന് ആ സിനമൺ പൗഡറിൻ്റെ മണവും വെണ്ണയുടെ മണം കൂടി ചേർന്നുള്ള ഒരു മണമായിരിക്കും. നല്ല സ്വാദുള്ള ഒരു ബിരിയാണി തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റൈസ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മല്ലിയിലയും ഇതുപോലുള്ള ഈ നട്ട്സും കിസ്മിസും എല്ലാം മീതെ വിതറി വിളമ്പാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരേക്കും ബൈ.